പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലേവ്യർ 20:26. ലേവ്യർ 20:26. എന്റെ മുൻപിൽ നിങ്ങൾ വിശുദ്ധരായിരിക്കുവിൻ. എന്റെ മുമ്പിൽ പറഞ്ഞേ, എന്റെ മുൻപിൽ നിങ്ങൾ വിശുദ്ധരായിരിക്കുവിൻ. എന്തെന്നാൽ കർത്താവായ ഞാൻ പരിശുദ്ധനാണ്. നിങ്ങൾ എനിക്ക് സ്വന്തമാകേണ്ടതിന് ഞാൻ നിങ്ങളെ മറ്റു ജനങ്ങളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. നമ്മൾക്ക് മറ്റു ജനങ്ങളിൽ നിന്ന് വേർതിരിക്കാനും ദൈവത്തിന് നമ്മൾ സ്വന്തമാകാനുള്ള എളുപ്പ വഴിയാണ് വിശുദ്ധി എന്ന് പറയുന്നത്. വിശുദ്ധി, നമ്മൾ വിശുദ്ധിയെ സ്നേഹിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കർത്താവിൻ്റെ പീഡാനുഭവത്തോട് ഐക്യദാർഢ്യം പുലർത്തുകയാണ്. ഈ ഗോട്ട് ദ പോയിന്റ്. നീ കുരിശിൻ്റെ വഴി നടത്താൻ പറ്റില്ല വിഷയം. കുരിശിൻ്റെ വഴി ആർക്ക് വേണമെങ്കിലും നടത്താൻ പറ്റും. പക്ഷേ നമ്മൾ വിശുദ്ധിയെ സ്നേഹിക്കുമ്പോൾ നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി അവൻ്റെ വിശുദ്ധമായ രക്തം ചിന്തിയവനാണ്. അപ്പോൾ അവൻ്റെ പീഡാനുഭവത്തിൽ നമ്മുടെ ഐക്യദാർഢ്യം പുലർത്തുന്നു. നമ്മൾ കർത്താവേ, ഐ അക്സെപ്റ്റ് ദാറ്റ് മൈ ലോർഡ്, യു ഷെഡ് യുവർ ബ്ലഡ് ഫോർ മൈ റിഡംഷൻ. നീ എൻ്റെ വിശുദ്ധിക്ക് വേണ്ടിയും വീണ്ടെടുപ്പിന് വേണ്ടിയാണ് വിശുദ്ധ രക്തം ചിന്തിയെന്ന് നിന്റെ മരണത്തെ ഞാൻ പ്രഖ്യാപിക്കുന്നു. പറഞ്ഞേ, കർത്താവേ, നിന്റെ മരണത്തെ ഞാൻ പ്രഖ്യാപിക്കുന്നു. വിശുദ്ധിയെ ഒരു മൂല്യമായി പരിഗണിച്ചുകൊണ്ട് എന്നെ വിശുദ്ധീകരിക്കാനുള്ള രക്തം ചിന്തിയുള്ള മരണത്തെ ഞാൻ അംഗീകരിക്കുകയും നിന്റെ പീഡാനുഭവത്തോടെ ഞാൻ ഐക്യദാർഢ്യം പുലർത്തുകയും ചെയ്യുന്നു. വിശുദ്ധിയോടെ വ്യാപരിക്കുവാൻ ഈശോയെ കൃപയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. പുരുഷനോട് ഐക്യപ്പെടാനും കർത്താവിൻ്റെ കുരിശുമരണത്തോട് ഐക്യദാർഢ്യം പുലർത്താനും വേണ്ടിയാണ് ഞാൻ വിശുദ്ധീകരിക്കുകയും. ഇപ്പോൾ കത്തോലിക്കരാണെങ്കിൽ കുമ്പസാരിക്കുന്ന ദിവസങ്ങളാണിത്. ഇപ്പോൾ ചിലരാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ തിരക്കാണ്. അതുകൊണ്ട് കുറച്ച് നേരം നോക്കി നിന്നും പോരും. നിങ്ങൾ നോക്കി നിന്നുവെച്ചും ആൾത്താറിൽ നിന്ന് ഇപ്പം നിങ്ങൾ കുമ്പസാരിക്ക് കഴിഞ്ഞപ്പോൾ അവിടെ തിരക്കാണ്, നിങ്ങൾ നോക്കി നിന്നിട്ട് പോരേണ്ടി വന്നാൽ സ്വർഗത്തിൻ്റെ വാതിക്കൽ പോയി നിങ്ങൾ നോക്കി നിന്നിട്ട് നരകത്തിലൊക്കെ ഒരു കാലത്ത് നടക്കേണ്ടി വരും. കാര്യം നിങ്ങൾ ഭൂമിയിൽ അതാ ചെയ്തിരിക്കണത്. ഇത്രയും വ്യക്തമായിട്ട് കർത്താവ് നിങ്ങളെ പറഞ്ഞിട്ടും നിങ്ങൾ മനസ്സിലാക്കിയിട്ടും നിങ്ങൾക്കതൊരു ഫീൽ കിട്ടണില്ലല്ലോ. അത്ര നിസ്സാര കാര്യമല്ല. നിങ്ങൾക്കൊരു പശ്ചാത്താപത്തിൻ്റെ ഫീല് കിട്ടണില്ല എങ്കിൽ നിങ്ങൾ ഒത്തിരിയേറെ കഠിനമായി പോയെന്ന് എൻ്റെ അർത്ഥം. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. കാര്യം ഉടമ്പടിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്, ഞാൻ എന്തിനാണ് വിശുദ്ധിയെക്കുറിച്ച് സംസാരിക്കണത്? എൻ്റെ മനസ്സിൽ ഈശോ തന്നതുകൊണ്ട് സംസാരിക്കുക. ഞാൻ വിശുദ്ധിയെക്കുറിച്ച് ക്ലാസ് എടുക്കാമെന്ന് വന്ന ആളല്ല. ഞാൻ സംസാരിക്കാൻ വന്നത് എബൈഡിങ്ങിനെ കുറിച്ചാണ്. കവനൻ്റെ ഏറ്റവും വലിയ ഒരു, നമുക്ക് നിങ്ങൾ വിചാരിക്കും നോട്ട് ബൈ മെറിറ്റാണ് ഏറ്റവും വലുതെന്ന് ഉടമ്പടിയിൽ. കാര്യം നമ്മുടെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. നിങ്ങൾ വിചാരിക്കും ടൈം ഷോർട്ടണിങ് ആണ് ഏറ്റവും വലുതെന്ന്, സമയച്ചുരുക്കമെന്ന്. നിങ്ങൾ വിചാരിക്കും ഉടമ്പടി ഏറ്റവും വലിയ ദൈവാനുഭവം എന്ന് പറയുന്നത് ഭാരലഘിതമാണെന്ന്. ഇതൊന്നുമില്ല, പ്രസൻസാണ്. പ്രസൻസ്. ഇപ്പോൾ ഡിക്സൺ എന്താ പറഞ്ഞറിയാവോ? ഡിക്സൺ പറഞ്ഞു, ഞങ്ങൾ ജയിലിലിട്ടില്ലേ, എന്നിട്ട് ഞാൻ കവനറ്റിൽ നിന്ന് പോയില്ല, ഞങ്ങളെ ജയിലിലിട്ടു, എൻ്റെ വീട്ടിൽ കടമായി, എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ കാശില്ല, അവർ പട്ടിണിയാകാൻ പോണ്, എന്നിട്ട് ഞാൻ ദൈവത്തിൽ നിന്ന് പോകുന്നില്ല, ഞാൻ ആ കവനിൽ തന്നെ നിന്നു. രാത്രി 1 മണിയായപ്പോൾ അവിടെ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടായി, ഞങ്ങളെ 7 പേരെയും ജയിലിൽ നിന്ന് റിലീസ് ചെയ്യാൻ വേണ്ടി.
അപ്പോൾ ജയിൽ വാർഡൻ ഇവരൊക്കെ മുമ്പ് വാപൊളിക്കുകയാണ് ഇവർ. കാര്യം ഇന്ന് വരെ 5 മണിക്ക് ശേഷം ആ ജയിൽ തുറന്നിട്ടില്ല. ഫസ്റ്റ് ടൈമാണ്. 5 മണിക്ക് മുമ്പ് ജയിലടച്ച് രാത്രി വൈകുന്നേരം 5 മണിക്ക് ജയിലടച്ചാൽ പിന്നെ തുറക്കത്തില്ല. രാവിലെ 6 മണിക്കേ തുറക്കത്തുള്ളൂ. ആദ്യമായിട്ട് അവരുടെ ജീവിതത്തിൽ ജയിൽ തുറക്കണത്. അപ്പോൾ ഡിസംബറിന് അമ്മ വന്ന് ഞങ്ങൾ ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോകുന്നു. കൈ ഇട്ടിച്ച് കർത്താവിനെ തുടരുക. ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. വാഗ്ദാന പേടകമേ സ്വർഗീയ പൊൻമലരേ കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദവരമാതാവേ വാഗ്ദാന പേടകമേ സ്വർഗീയ പൊൻമലരേ കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദവരമാതാവേ. യെരമ്യാ 30:17 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യെരമ്യാ 30:17 ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും. പറഞ്ഞു, ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും. നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. 18 കർത്താവ് അരുൾ ചെയ്യുന്നു, യാക്കോബിന്റെ കൂടാരങ്ങളുടെ ഭാഗധേയം ഞാൻ പുനഃസ്ഥാപിക്കും. അവരുടെ വാസസ്ഥലങ്ങളോട് ഞാൻ കാരുണ്യം പ്രകടിപ്പിക്കും. ഇതെല്ലാം റീസ്റ്റോറിംഗ് ആണ്. കവനന്റിന്റെ ഒരു വാഗ്ദാനത്തിൽ ഇപ്പോൾ 8810 വാഗ്ദാനം എന്ന് പറഞ്ഞില്ലേ, ദൈവത്തിൻ്റെ വാഗ്ദാനം എത്രയാണ്? 8810 1 സാധനം റീസ്റ്റോറിങ്. അത് എന്ത് നഷ്ടപ്പെട്ടാലും അത് റീസ്റ്റോർ ചെയ്ത് കൊടുക്കും. അന്ന് റീസ്റ്റോർ ചെയ്യണമെന്ന് പറഞ്ഞ കാര്യം അറിയാമോ? ഇതിന് ഇവർ കേസ് പുറത്തായില്ല, ജയിലിൽ നിന്ന് പുറത്തായില്ല. ജയിലിൽ നിന്ന് പുറത്തായ ശേഷം കോടതി പോയി കേസ് വാദിച്ചു. കേസ് ജയിച്ചു. 3 കൊല്ലത്തെ കേസാണ്. കേസ് ജയിച്ചു. പക്ഷേ എന്താ ചെയ്തിരിക്കണത്? ആ 3 കൊല്ലത്തെ മുഴുവനും അരികൾ ശമ്പളം ഒരുമിച്ച് കിട്ടി. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. റീസ്റ്റോർ ചെയ്യുന്ന അവിടുത്തെ കാരുണ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. നീ വരൂ ദിവ്യ കാരുണ്യമേ, നീ വരൂ ദൈവ കാരുണ്യമേ, നീ വരൂ ദിവ്യ കാരുണ്യമേ, നീ വരൂ ദൈവ കാരുണ്യമേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഡിക്സന്റെ മുഴുവൻ പണം ഒരുമിച്ച് കിട്ടിയതല്ല സന്തോഷം. ഈ ഉടമ്പടി കാലത്ത് ഇത്രയും ക്ലേശം, ആദ്യം കള്ളനാണെന്ന് മുദ്ര കുത്തി, പിന്നെ സസ്പെൻഷനിൽ വിധേയമായി, പിന്നെ ജോലി നഷ്ടപ്പെട്ടു, പിന്നെ ജയിലിലായി, പിന്നെ കേസിലായി. പക്ഷേ ഇത്രയും കാലത്ത് ഈ മനുഷ്യൻ ഇപ്പോൾ ഇതെല്ലാം തിരിച്ചു വരികയാണ്. മരിച്ച് എല്ലാം തിരിച്ചു വരികയാണ്. യെരമ്യാ 30:17 അനുസരിച്ച് കൊണ്ട് എല്ലാം റീസ്റ്റോർ ചെയ്യുകയാണ്. പക്ഷേ അതല്ല, ഇദ്ദേഹം നേടാത്തൊരു സംഭവം നേടി. എന്താണ്? ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വിശ്വസ്തനായ ദാസൻ എന്ന് മുദ്ര കുത്തി. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. പരീക്ഷകളെ അതിജീവിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. അമ്മ ഉടനടി പരിഹാരമേകും. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നതു ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നതു ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. വിശ്വസ്തനായി കഴിഞ്ഞാൽ ദൈവം വിളിക്കുന്നൊരു പേരാണ് ദാസൻ. അപ്പം അമ്മയെ പറഞ്ഞത്, ഞാൻ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞില്ലേ.
ദൈവം അങ്ങനെ ഇങ്ങനെ ആരും കയറി ദാസൻ ദാസി എന്ന് വിളിക്കത്തില്ല. മക്കളെയൊക്കെ വിളിക്കും, മകളെ എന്നൊക്കെ വിളിക്കും, മകനെ എന്നൊക്കെ വിളിക്കും, വലിയ കഥയൊന്നുമില്ല. പക്ഷെ ദാസനെന്ന് വിളിക്കണമെങ്കിൽ അത് വേറെ റാങ്കാണ്. നമ്മൾ ITA പഠിക്കണ IT എന്നൊക്കെ പറഞ്ഞാൽ മക്കളെന്ന് വിളിക്കണവരിക്കും. IAS വേറെയല്ലേ, IAM റാങ്ക് വ്യത്യാസം ഉണ്ടായി. ദാസൻ എന്ന് പറഞ്ഞാൽ വിശ്വസ്തതയിലേക്ക് പോയാൽ മാത്രമേ ദാസനാകത്തുള്ളൂ. ഈ വിശ്വസ്തതയും ദാസനും അങ്ങനെ വരുമ്പോൾ ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പുണ്ടാകും. ഇപ്പോൾ 12:18 കൃപ ഇങ്ങനെ വരണത്. ഇനി ഡിക്സന് കൃപ കിട്ടാൻ എളുപ്പമാണ്. ഇപ്പോൾ അനുഗ്രഹം കിട്ടണമല്ല, ആ മനുഷ്യൻ കൃപയിലേക്കാണ് വരാൻ പോണത്. അനുഗ്രഹം ഫിസിക്കൽ ഫേവേഴ്സാണ്, യൂസ് ആൻഡ് ത്രോ. ആ കാശ് കിട്ടിയത് മുഴുവനും വേണമെങ്കിൽ മക്കൾ തോന്നിവാസികളാണെങ്കിൽ ആ കാശെല്ലാം നശിപ്പിക്കും. അതല്ല, അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ സൂക്ഷിച്ചില്ല, അല്ലെങ്കിൽ ചില സമയത്ത് വെറുതെ ഈ പെട്രോൾ വെറുതെ ഇരുന്ന് ആവിയാകണ പോലെ ആവിയായി പോണത് അവസാനം ഫേവേഴ്സാണ്. അനുഗ്രഹങ്ങളുടെ ഒരു പ്രശ്നം അതാണ്. കാര്യം എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടി, ഇന്ന് നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി OET പാസ്സാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് പഠിക്കുകയാണ്. പക്ഷേ നിങ്ങൾ അവിടെ ഇംഗ്ലണ്ടിൽ ചെന്ന ശേഷം അവിടെ വേറൊരു പരീക്ഷയില്ലേ, അപ്പം ഇവിടെ എത്തുമ്പോൾ OET ആയിരിക്കും. പക്ഷേ ഓവർസീസിൽ ചെന്ന് കഴിയുമ്പോൾ വേറെ പരീക്ഷയായിരിക്കും നിങ്ങളെ ടെൻഷൻ എടുപ്പിക്കണം. അപ്പോൾ ഓരോരോ കാലത്ത് അനുഗ്രഹം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ വിഷയം ഇപ്പം ഇന്നും ആവശ്യമുള്ളതായിരിക്കത്തില്ല, നാളെ ആവശ്യമുള്ളത്. പക്ഷേ എന്നും ആവശ്യമുള്ള സാധനമുണ്ട്, കൃപയാണ്. അതാണ് വിഷയം. ഇതെല്ലാം നമ്മൾ എന്നും ആവശ്യമുള്ള സംഭവമാണ് കൃപയാണ്. കൃപ ആർജിക്കുമ്പോഴാണ് ടൈം ഷോർട്ടനിങ് നടക്കുന്നത്, നോട്ട് ബൈ മേട്ട് നടക്കുന്നത്. അതുപോലെ തന്നെ ഭാരലഘുത്വം, ഹെവി ആയിട്ടുള്ള സബ്ജക്റ്റൊക്കെ ഇപ്പോൾ തന്നെ ഡിക്സൻ്റെ അത് ഹെവി ആയിട്ടുള്ള സബ്ജക്റ്റ് അല്ലേ. അത് മോശമാകാൻ പോകണമെങ്കിൽ ഡെഡ് ബോഡി പാർസൽ ചെയ്യേണ്ടി വരും അവിടെ നിന്ന് ഇങ്ങോട്ട്. കാര്യം കാശും പോയി, ജയിലുമായി, ജോലിയുമില്ല, വേലയുമില്ല, കൂലിയുമില്ല, നട്ടി വന്നാലും കടമാണ്, പിന്നെ വരാതെയാവും, എന്തെല്ലാം തകർച്ചയിലേക്ക് പോകേണ്ട സംഭവമാണ്. അപ്പോൾ അതിൻ്റെ പക്ഷേ അത് എല്ലാം റീസ്റ്റോർ ചെയ്ത് കൊടുത്തു. പക്ഷേ റീസ്റ്റോറിങ്ങിൻ്റെ കാലത്തെല്ലാം പുള്ളി വളരെ വിശുദ്ധിയോടുകൂടിയും വിശ്വസ്തയോടുകൂടിയും ദൈവതിരുസന്നിധിയിൽ ഒരിക്കൽ പോലും ദൈവത്തിൻ്റെ മനസ്സാക്ഷിക്കൊരു പോറലേൽപ്പിക്കാത്ത രീതിയിൽ അമ്മയുടെയൊക്കെ ഒരു വിജയം അതല്ലേ. ഏത് ചാണാക്കുഴി കൊണ്ട് പ്രസവിക്കാൻ ഇട്ട് കൊടുത്താലും പ്രസവിച്ചിട്ട് ഹൃദയത്തിൽ സംഗ്രഹിക്കും, മിണ്ടത്തില്ല. ഞാൻ എപ്പോഴും ഓർക്കുക, യേശു പറയുന്ന പല വാക്കുകളും അമ്മയ്ക്ക് പരീക്ഷണങ്ങളായിരുന്നു. യേശു പറഞ്ഞ പല വാക്കുകളും അമ്മയുടെ വിശുദ്ധിയെ പരീക്ഷിച്ചതായിരുന്നു. പിതാവ് യേശുവിനെ പരീക്ഷിച്ചു, യേശു അമ്മയെ പരീക്ഷിച്ചു എന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം എന്നറിയാവോ? ഇപ്പോൾ അമ്മ എനിക്ക് നിനക്കും എന്താ, എൻ്റെ സമയം ഇനി സമാഗതമായിട്ടില്ലല്ലോ ഇല്ലേ, ആ സമയത്ത് വേണമെങ്കിൽ എനിക്ക് നിനക്കും എന്ത് എന്നുള്ള കാര്യം ഒഴിവാക്കാൻ വരുന്ന യേശുവിനെ ഒഴിവാക്കിയില്ല. യേശു അപ്പൻ്റെ സ്വഭാവമാണ്, ഈശോ അപ്പൻ്റെ സ്വഭാവമാണ്. അപ്പൻ എപ്പോഴും ഈ കുരിശ് വെച്ച് മാത്രമേ കൃപ കൊടുക്കത്തുള്ളൂ. അത് പേയ്മെൻ്റാണല്ല. അതുകൊണ്ട് ബൈബിൾ പറയണം നമ്മൾ വിലക്ക് വാങ്ങപ്പെട്ടതാണ്. ടേസ്റ്റ് ദ ബെഡ് ഓഫ് ഗോഡ്, വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. 1 കൊരിന്തോസ് 6:20 നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. പറഞ്ഞ ഏറ്റു പറഞ്ഞ നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. പ്രൈസ് ദി ലോർഡ്. അതായത് ദൈവത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റാണത്. ഇപ്പം ഗ്രേസ് എന്ന് പറഞ്ഞാൽ ഒരു സൗജന്യമായിട്ടുള്ള ദാനമല്ലത്. വി മസ്റ്റ് പേ ഇറ്റ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ദൈവത്തിൻ്റെ ഒരു വിഷയത്തിൽ ഗ്രേസ് ഫോം ചെയ്തിരിക്കുന്ന ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൽ നിന്നാണ്. ഈ പീഡാനുഭവത്തെ കണ്ട് പാപത്തിൻ്റെ പരിഹാരമായെന്ന് കണ്ട് തൃപ്തിയായി മനസ്സ് ഈ പിതാവിൻ്റെ മനസ്സ് പ്രസാദിക്കുന്നതിൽ നിന്നാണ് ഈ പ്രസാദമാണ് കൃപയായിട്ട് വരുന്നത്. കൃപയെക്കുറിച്ച് നമുക്ക് അറിയണത്. അതുകൊണ്ടാണ് ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ 12:18 മത്തായി. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 12:18 ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ, ഞാൻ അവന്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും.
അപ്പോൾ കൃപ ഇപ്പോൾ ഡിക്സൺ ഇപ്പോൾ പൗരപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇനി ഇവന് കൃപ കിട്ടാൻ എളുപ്പമാണ്. കാര്യം എന്താണ്? ക്ലേശ കാര്യങ്ങളിൽ, പുരുഷൻ്റെ കാര്യങ്ങളിൽ അവൻ പേയ്മെൻറ്റ് നടത്തി. പേയ്മെൻറ്റ് എന്താണ്? വിശ്വസ്തതയാണ് അല്ലേ? ആ സസ്പെൻഡ് ചെയ്താലും ശരി, ജയിലിൽ പോയാലും ശരി, അപ്പോഴെല്ലാം ഉടമ്പടിയോട് വിശ്വസ്തത പാലിക്കുന്ന, അപ്പോൾ അവൻ ദാസനായി. അപ്പോൾ 18 അല്ലേ, 12-18 വർക്കൗട്ട് ചെയ്യണം. എന്താണ്? ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ. ഇനി എന്താണ് അടുത്ത ആക്ടിവേഷൻ? എന്താണ്? എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. ദൈവത്തിൻ്റെ ആത്മാവ് പ്രസാദിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അവൻ്റെ എൻ്റെ ആത്മാവിനെ അയക്കും, കൃപയെ അയക്കും. മനുഷ്യനെ കൃപ ലഭിക്കുന്നത് ഈ പേയ്മെൻറ്റ് കൊടുത്തു കഴിയുമ്പോഴാണ്. ഈ പേയ്മെൻറ്റായിട്ട് ഡിക്സൺ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താണ്? വിശ്വസ്തതയാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ ക്ലേശകാലങ്ങളിൽ നിങ്ങൾ ദൈവത്തോട് വിശ്വസ്തത കാണിച്ചാൽ ഒഴിവാക്കാൻ പറ്റാവുന്നൊരു പാപം ഒഴിവാക്കി വിചാരിക്കുക. ആ ദൈവസ്നേഹത്തിന് കാഴ്ചവെച്ചാൽ നിങ്ങൾ വില കൊടുത്തു അതിൻ്റെ. അതാണ് 1 Corinthians 6:20 പറഞ്ഞത്. എന്താണ്? നമ്മൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണെന്ന് പറയുമ്പോൾ തന്നെ ഉദ്ദേശിക്കുന്നത് എന്താണ്? വി മസ്റ്റ് പേ ഇറ്റ് എന്നാണ്. നമ്മൾ പേയ്മെൻറ്റ് നടത്തണം. അനുഗ്രഹങ്ങൾക്ക് പേയ്മെൻ്റ് ഇല്ലെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. കൃപയ്ക്ക് മാത്രമേ പേയ്മെൻ്റ് ഉള്ളൂ, അനുഗ്രഹങ്ങൾക്ക് പേയ്മെൻ്റ് ഇല്ല. അനുഗ്രഹങ്ങൾ ആർക്കും കിട്ടുമെന്നല്ല ഈശോ പറഞ്ഞത്. ആ ദൈവത്തിൻ്റെ നേച്ചറിൽ നിന്നാണ് അനുഗ്രഹം വരണത്. അനുഗ്രഹം ആർക്കും കിട്ടും. എന്താ കാര്യം? അത് ജനറ്റിക്കൽ ബ്ലെസ്സിംഗ് എന്ന് ഞാൻ എപ്പോഴും പറയാം. ലുക്ക ഉൽപ്പത്തി 1:28 എന്താണ്? നിങ്ങളുടെ സന്താന പുത്രരുടെ പെരുകി ഭൂമിയെ കീഴടക്കാൻ പറയും. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ഫേവേഴ്സ് ആർക്കും കിട്ടും. ഇപ്പം കായൻ ആബേലിനെ കൊന്നില്ലേ? ആബേലിനെ കൊന്നിട്ട് പോലും കായന് ദൈവം അടയാളം ഇട്ട് കൊടുത്തു. ആ കായൻ വിഷമിച്ച് വന്ന് ദൈവത്തിൻ്റെ അടുത്ത് വന്ന്, എനിക്ക് നിൻ്റെ മുമ്പിൽ നിന്ന് എന്നെ നീ പുറത്ത് പറഞ്ഞു വിട്ടു, അത് കാരണം എനിക്ക് ജീവിക്കാൻ പറ്റില്ല, മറ്റു മൃഗങ്ങളൊക്കെ എന്നെ കൊല്ലാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ദൈവം കരുണയുടെ കൈകൾ നീട്ടി കൊടുത്തിട്ട് പറഞ്ഞു, നിന്നെ ആരും കൊല്ലത്തൊന്നുമില്ല എന്ന് പറഞ്ഞ് അടയാളം ഇട്ട് കൊടുത്തു. അപ്പോൾ അനിയനെ കൊന്ന കൊലപാതകയുടെ നെറ്റിയിൽ സംരക്ഷണത്തിൻ്റെ അടയാളം ഇട്ട ആളാണ് ദൈവം. മനസ്സിലായില്ലേ? അതെന്താ? ബേസിക്കായിട്ട് ദൈവം സ്നേഹമായതുകൊണ്ടാണ്. ദൈവത്തിന് ഓപ്ഷൻ മറിച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഈ ദൈവമാണ് നിന്നെ സ്നേഹത്തിലേക്കും കാരുണ്യത്തിലേക്കും വിളിക്കണത്, അനുരഞ്ജനത്തിലേക്ക് വിളിക്കണത്. കാര്യം അവിടുത്തെ സ്നേഹം നിനക്ക് കുറഞ്ഞു പോകരുതെന്ന് ആഗ്രഹിച്ചിട്ടാണ് നിന്നെ സ്നേഹം കൊണ്ട് ദൈവം സ്നാനപ്പെടുത്താൻ വേണ്ടിയാണ് നിന്നെ അനുതാപത്തിലേക്ക് വിളിക്കണത്. പ്രാർത്ഥിക്കുക, കർത്താവേ എന്നെ അനുതാപത്തിലേക്ക് വിളിക്കുന്നത് അങ്ങയുടെ സ്നേഹത്താൽ എന്നെ സ്നാനപ്പെടുത്താനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തിരിച്ചു വരാൻ അഭിഷേകം നൽകണമേ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 മഹത്വം ആരാധന. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാൽ അനുദിനവും എന്റെ കൃപ നിനക്കു മതി കർത്താവിൻ തിരുവചനം. എന്റെ കൃപ നിനക്കു മതി കർത്താവിൻ തിരുവചനം. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിടുന്നു. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിടുന്നു. കൃപയാൽ അനുദിനവും കൃപയാൽ അനുദിനവും. ഇതിൻ്റെ ഈ വിശ്വസ്തത വരുമ്പോൾ പേയ്മെൻ്റായി. അപ്പോൾ മകൻ എന്ന റാങ്കിൽ നിന്ന് നമുക്ക് ലിഫ്റ്റിംഗ് കിട്ടി. എന്തായി? നമ്മൾ ദാസനായി, സെർവൻ്റായി. ഇപ്പോൾ ഡിക്സൺ ഇപ്പോൾ സെർവൻറ്റിൻ്റെ ആ റാങ്കിലേക്ക് വരികയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാലങ്ങളിലെല്ലാം അയാൾ വിശ്വസ്തനായിട്ട് നിന്ന്. അപ്പോൾ ആരായി? ദാസനായി. ഇനി എന്താണ്? എൻ്റെ ആത്മാവിനെ ഞാൻ 12-18 അനുസരിച്ചുകൊണ്ട് എൻ്റെ ആത്മാവിനെ ഞാൻ അയക്കും. ഇനി വരാൻ പോകുന്ന വിഷയം ഈ അടുത്ത സെക്ഷനിലാണ് നമുക്ക് പ്രസൻസ് ഫീൽ ചെയ്യണത്. ഇപ്പോൾ രാത്രി മാതാവ് ഇറക്കിക്കൊണ്ട് പോകുന്നതൊക്കെ പറയണത് ഒരു പ്രസൻസാണ്. ഉടമ്പടിക്ക് മാത്രമുള്ള ഒരു സംഭവമാണത്.
ഉടമ്പടിക്ക് മാത്രമുള്ളതാണ് പ്രസൻസ് ഫീലിംഗ് ഓഫ് ദി പ്രസൻസ്. അത് ആന്തരിക അഭിഷേകമായി. ഇപ്പം നമുക്ക് ചിലപ്പോൾ സുഗന്ധാഭിഷേകമോ അങ്ങനെയൊന്നും തോന്നത്തില്ല, പക്ഷേ ആന്തരിക അഭിഷേകം കിട്ടും. അത് പ്രസൻസിൻ്റെ ഇഫക്റ്റാണ് ആന്തരിക അഭിഷേകം. ഇപ്പം നമ്മൾ ഈ ഉടമ്പടിയിലൂടെ നമ്മുടെ ആധ്യാത്മിക ലോകം ഒത്തിരിയേറെ ഗ്രേഡഡായി. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ നിങ്ങളോട് എൻ്റെ മെക്കാനിസം പറഞ്ഞില്ലേ, ഹൗ ടു മൂവ് ആധ്യാത്മികതയിലേക്ക് വളർച്ചയിൽ. ഇപ്പം ദൈവസാന്നിധ്യം അനുഭവിച്ച് പേയ്മെൻ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തുനിന്ന് വിശ്വസ്തതയായി കഴിഞ്ഞാൽ, എന്നുവെച്ചാൽ ക്ലേശകാലങ്ങളിലും ദൈവത്തെ കൈവിടാതെ വിശ്വാസത്തോടെ തന്നെ ഉറച്ചു നിന്നുകൊണ്ട്, അമ്മ കണ്ടില്ലേ എന്തെല്ലാം ഈശോ പറഞ്ഞിട്ടും തുളുമ്പിയിലല്ല, തുളുമ്പാത്തൊരു ആധ്യാത്മികതയാണ്. എൻ്റെ ഈശോ നീ എന്താ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്, ഞാനും നിൻ്റെ പിതാവും കൂടി എന്തുമാത്രം ക്ലേശിച്ചെന്നു എന്ന് ചോദിക്കുമ്പോൾ ഈശോ എന്താ പറയണത്? നിങ്ങളെന്താ എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ അത് വളരെ വളരെ ശാന്തമായിട്ട് പറഞ്ഞാൽ മതി. പക്ഷേ അതിൻ്റെ അകത്തൊരു കുത്തുവെച്ച കൊടുത്താൽ പറയണം. കുരിശ് വെച്ചാണ്. കൃപ വരുമ്പോൾ അതിന് മുമ്പിൽ ആദ്യം കുരിശാണ് വരുന്നത്. നമ്മുടെ യാത്രയെല്ലാം അങ്ങനെയല്ലേ അല്ലേ? പെരുന്നാൾ യാത്രയായാലും മുമ്പിൽ ഒരു കുരിശ് പോണ കാണാം. ഈ ഓശാന ഞായറാഴ്ചത്തെ യാത്രയായാലും മുമ്പേ ഒരു കുരിശ് പോകും. എന്ത് സംഭവമായാലും നമ്മുടെ പ്രതീക്ഷയ്ക്ക് മുമ്പേ കുരിശാണ് നിൽക്കുന്നത്. കൃപ വരുന്ന മുമ്പ് ആദ്യം എന്നത് കുരിശായിരിക്കും. ഈ കുരിശിനോട് നമ്മൾ കാണിക്കുന്ന വിശ്വസ്തതയില്ലേ, അതാണ് നമ്മൾ ദാസനും ദാസ്യമാക്കുന്നത്. നമ്മൾ ദാസനും ദാസ്യമായ അടുത്ത സ്റ്റെപ്പ് എന്താണ്? പ്രസൻസാണ്. എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യം. ഇതാണ് അബൈഡിങ് എന്ന് പറയണത്. ദൈവം നമ്മുടെ കൂടെ വസിക്കുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന ചില കാര്യങ്ങളാണ്. ഈ വിശ്വസ്തത ഒരു ഭയങ്കര സീരിയസ് പ്രോബ്ലമാണ്. അപ്പോൾ നിന്നെ സ്വന്തമാക്കിയെന്ന് വായിച്ചില്ലേ? സ്വന്തമാക്കുക, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, സ്വന്തമാക്കുക. നമ്മളെ വായിച്ചാണ് നേരത്തെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. അങ്ങേപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. അങ്ങേപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. ജീവനേ സ്വന്തമേ അങ്ങേ മാറി ചായുന്നു ഞാൻ. ജീവനെ ജീവനേ സ്വന്തമേ അങ്ങേ മാറി ചായുന്നു. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഫിലിപ്പി 3:12. ഫിലിപ്പി 3:12. ഇത് എനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പൂർണ്ണനായെന്നോ അർത്ഥമില്ല. ഇത് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തീവ്രമായി പരിശ്രമിക്കുകയാണ്. യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ഈ പീഡാനുഭവത്തിൻ്റെ കുറിഞ്ഞെന്ന് പറഞ്ഞാൽ ഇതാണ് സാധനം. ആ കുരിശ് ആദ്യം വരുന്നു. നമ്മൾ കുരിശിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. 3 കൊല്ലത്തോളം കുരിശിനെ ചുറ്റുവട്ടങ്ങളിൽ തന്നെയായിരുന്നു ഡിക്സൺ ജീവിച്ചത്. ഈ 3 കൊല്ലവും കുരിശിനെ ശപിക്കാതെ അതിനെ ആരാധിച്ചും അംഗീകരിച്ചും ഏറ്റുപറഞ്ഞുകൊണ്ടും വിശ്വസ്തയോടെ നിൽക്കുകയാണ്. നിൽക്കുമ്പോൾ എന്താ സംഭവിക്കണത്? കുരിശിൻ്റെ ദാസനാകും. അങ്ങനെ വരുമ്പോൾ എന്താണ് അതിലൂടെ? അപ്പം നമ്മൾ നമ്മുടെ വില കൊടുത്തു കഴിഞ്ഞു. കർത്താവിനെ കുരിശിനെ അംഗീകരിച്ച് നമുക്ക് ലഭിക്കും. എല്ലാവർക്കും ഉണ്ടല്ലോ കുരിശ്, എനിക്കുണ്ടല്ലോ, നിങ്ങൾക്കുണ്ടോ.
അത് നമ്മളെ എന്നിട്ട് നിരാശപ്പെടുകയോ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ, ഇങ്ങനെയുള്ള ഞാൻ ഒന്നും പറയണില്ല, കർത്താവിരിപ്പുണ്ട്. അതായത് എല്ലാവരും പറയണ ഈ ടൈപ്പാണ്, ഓ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചല്ലോ എനിക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ. നിങ്ങൾ എവിടെയാണെന്ന് അറിയാവോ? ഏണിയും പാമ്പും കളിയിൽ നിങ്ങൾ രണ്ടേ വന്ന് കിടക്കുകയും അറിയാമോ? നിങ്ങൾക്ക് ഇതിൻ്റെ പൊസിഷൻ അറിയാവോ? ആധ്യാത്മിക ജീവിതം ഒരു ഏണിയും പാമ്പും കളിയാ. ഇതൊന്നും പറഞ്ഞ് നമ്മൾ സൂക്ഷിക്കാതിരുന്ന പറഞ്ഞില്ലേ 139 സങ്കീർത്തം കണ്ടില്ലേ? നിൻ്റെ വിചാരം ഞാൻ അറിയുന്നെന്ന്. ഒരു ചെറിയ നെഗറ്റീവ് വിചാരം മതി, അത് നീയാണെന്ന് ദൈവത്തിന് അറിയാം. ഉടനെ ഈ പാമ്പ് കൊത്തി കൊണ്ടുവന്ന് രണ്ടേ വെക്കും. ഏണി പാമ്പ് കളിയിൽ എങ്ങനെയാണ്? നമ്മൾ 97 പോയി ഇരിക്കും അല്ലേ? ഒരു 46 നിന്ന് ഒരു ഏണിയുണ്ട്, അത് പോയി 97. ഞാൻ പണ്ട് കളിച്ചതാണ്, ഇപ്പോൾ കളിച്ചതല്ല. നിങ്ങൾ ഓർക്കരുത് അച്ഛൻ ഏണി പാമ്പ് കളിയാ പരിപാടിയെന്ന്. പണ്ട് 4ാം ക്ലാസ്സിൽ കളിച്ച കളി ഇപ്പോഴും ഓർത്തിരിക്കുകയാണ്. അതായത് ഇവൻ 46 വന്നിരുന്നിട്ടേ നമ്മളൊരു സാക്ഷ്യം പറയുമ്പോൾ ഈ സാധനം ചാടിക്കറി 97 വന്നിരിക്കും. സാക്ഷ്യം പറയുക, അല്ലെങ്കിൽ സന്തോഷത്തോടെ കർത്താവിന് വേണ്ടി ഒരു രോഗിയെ പോയി കാണുക, നമുക്ക് വണ്ടിക്കാശ് മാത്രം ആക്കി വെച്ചിട്ട് ബാക്കി അവന് കൊടുത്തും പോരുക, എന്നിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറയുക. അപ്പോൾ ഈ സാധനം കയറി മേലോട്ട് പോയി ഏണിയെ കൂടി കയറി വെച്ചും നമ്മൾ 97 അങ്ങനെ വിലസി അങ്ങനെ ഇരിക്കും. അപ്പോഴിരുന്ന് വെച്ചും എടി റിസൾട്ട് വന്നാ അന്ന് അമ്മ ചോദിച്ചപ്പോൾ സമയത്താണ് പറഞ്ഞത്, ഓ നാളെയാണല്ലോ ഈ പണ്ടാരം വരാൻ പോണത്. അപ്പം നാളെ റിസൾട്ട് വന്ന് നിൻ്റെ ഒരു സബ്ജക്റ്റ് പോയി. അപ്പം നീ ഓർക്കുകയാണ്, ദൈവമേ ഇത്രയും വലിയ കഷ്ടപ്പാട് വിട്ട് ഇത്രയും ആത്മാർത്ഥമായിട്ടൊക്കെ സുവിശേഷം ചെയ്തിട്ടും ദൈവം എനിക്കിട്ട് തന്നെ പണിതല്ല എന്ന് ഓർക്കില്ല. അപ്പം തന്നെ പാമ്പ് കൊത്തിയിട്ട് കൊണ്ടുവന്ന് പാവത്തിന് രണ്ടേ വെക്കും. അതുകൊണ്ട് വളരെ വേറെ ആരോടും, ഞാൻ ഇത്രയും നാൾ പഠിച്ചതാണ്, വേറെ ആരോടും നമുക്ക് എങ്ങനെയും ഡീൽ ചെയ്യാം, ദൈവത്തോട് എങ്ങനെയും ഡീൽ ചെയ്യാൻ പറ്റത്തില്ല. ഒറ്റ ഡീലേ ഉള്ളൂ, ഡീൽ ഓർ നോട്ട് ഡീൽ, അത്രേ ഉള്ളൂ. 2 ഓപ്ഷനേ ഉള്ളൂ. ഈ ഡീലിങ് നിങ്ങൾക്ക് പഠിച്ചാൽ, ഇപ്പോൾ ഡിക്സൺ ഡീലിങ് പഠിച്ചിരിക്കണല്ലേ, അവൻ വിശ്വസ്തനായിരിക്കുകയാണ്. അപ്പോൾ ആരായി? ദാസനായി. അടുത്ത പരിപാടി എന്താണ്? സ്വന്തമാക്കുകയാണ്. ശ്രദ്ധിക്കട്ടെ. വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് സ്വന്തമേ ജീവനേ സ്വന്തമേ അങ്ങേമാറി ചായുന്നു ഞാൻ. ആരാധന 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 ആരാധന. നമ്മൾ വീണ്ടും ഈ ലൂക്കായുടെ സുവിശേഷം 8:21 വരുമ്പോഴേ യേശുവിൻ്റെ അമ്മ വന്ന് പുറത്ത് നിൽക്കും അല്ലേ? യേശുവിൻ്റെ അമ്മ വന്ന് പുറത്ത് നിൽക്കുമ്പോൾ ആൾക്കാർ വന്ന് പറയും, ദേ അമ്മയാണെന്ന് തോന്നണ്, പുറത്ത് നിൽക്കണമെന്ന് പറയും. അപ്പോഴും ഈശോ ആവശ്യമില്ലാത്ത കാര്യം പറയും. എന്താ പറയണത്? ആരാണ് എൻ്റെ അമ്മ? 6 മാസമേ കണ്ടിട്ട് ആളാ. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അംശപിതാവ് മരിച്ചിട്ട് കുറേ കാലമായി, 10 കൊല്ലമായി. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നിട്ട് 6 മാസമായി. കർത്താവ് അങ്ങോട്ട് ചെല്ലുന്നില്ല, എന്നാൽ മകനെ കാണാൻ വേണ്ടി ഒറ്റയ്ക്ക് വരികയാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ശരിയാകുക? ശരിയാകത്തില്ല. ഈശോ അവരോട് പറയും, ആരാണ് എൻ്റെ അമ്മ? ദേ ഇരിക്കണം എൻ്റെ അമ്മയെന്ന്. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ കുരിശിങ്ങനെ കണ്ട് വെച്ച് കൊടുക്കും. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, ഇതെൻ്റെ മകനാണെന്ന് പറഞ്ഞ അവകാശവാദം കൊണ്ട് ആൾ ചാടി വരത്തില്ല. അത് വേറെ സംഭവമാണ്. അങ്ങനെ വരുമ്പോഴും ഹൃദയത്തെ സംഭവിച്ചുകൊണ്ട് ഈ കുരിശിനെ അക്സെപ്റ്റ് ചെയ്യും. ഈശോ അമ്മയ്ക്ക് നൽകിയ കുരിശുകളെന്ന് പറയണത് ആണ് ഏറ്റവും വലിയ കുരിശുകൾ. കാര്യം ഈശോ എന്നൊരാളെ ലോകത്തിന് കൊടുക്കാൻ വേണ്ടി ഇവരനുഭവിച്ചിട്ടുള്ള രക്തസാക്ഷിത്വ വഴികൾ ലോകത്ത് ആർക്കും അനുഭവിക്കാൻ പറ്റാത്തതായത് കൊണ്ടാണ് പിതാവായ ദൈവം ഇവരെ തന്നെ തിരഞ്ഞെടുത്തത്. പക്ഷേ എന്നിട്ടും ഈശോ എന്താ ഉദ്ദേശിക്കണത്? ഇവരോട് പണ്ട് പറഞ്ഞത് എന്താണെന്നറിയാവോ? ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് എന്നാണ് പറഞ്ഞത്. കൃപ നിറഞ്ഞവളെ സ്വസ്തി. കർത്താവിനറിയാം അത് ഞാൻ വരുന്നതിന് മുമ്പല്ലേ അങ്ങനെ പറഞ്ഞത്. ഞാൻ വന്നു കഴിഞ്ഞ് കൃപയുടെ ലെവൽ മാറിയിട്ടുണ്ട്. അവൻ്റെ നാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം
കൃപയ്ക്ക് മേൽകൃപ കിട്ടിയിരിക്കുന്നു. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് കൃപയുടെ മേൽകൃപ കിട്ടണം. അവൾ കൃപ മാത്രമായിരുന്നാൽ പോരാ, കൃപ നിറഞ്ഞാൽ പോരാ, നിറഞ്ഞ് കവിയണം. അതുകൊണ്ട് ഈശോ കുരിശ് കൊടുത്തുകൊണ്ടേയിരിക്കും. ശ്രദ്ധിക്കട്ടെ. സ്വന്തമേ ജീവനേ സ്വന്തമേ ചായുന്നു. ആരാധന 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 ആരാധന. എൻ്റെ ദൈവഭക്തലെ, പരിശുദ്ധാത്മാവ് എന്താണ് എന്നിലൂടെ നിങ്ങളോട് പറയണത്? യേശുവിനൊരു മനസ്സിലിരിപ്പുണ്ട്. യേശുവിനൊരു അടിമനസ്സുണ്ട്. അതെന്താണ്? അതാണ് ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. അതാണ് ക്രിസ്തു എന്നെ സ്വന്തമായിരിക്കുക. നിങ്ങളൊന്ന് നോക്കിക്കേ, ദൈവത്തിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ അടിമനസ്സ് എന്താണ്? ഇത് സീറ്റ് പേയ്മെൻ്റാണ്. നിങ്ങളും നിങ്ങളുടെ പേയ്മെൻറ്റ് തരണം. എൻ്റെ മകൻ ക്രൂശിക്കപ്പെട്ട് രക്തം കൊണ്ട് നേടിയതാണ് കൃപ. അതുകൊണ്ട് യു മസ്റ്റ് പേ. അമ്മയോട് പോലും പേയ്മെൻറ്റ് വാങ്ങിച്ചതാണ്. ആദ്യമേ പെറ്റ് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് പേയ്മെൻറ്റുള്ള കേസാണെന്ന് പറഞ്ഞ് നിൻ്റെ ഹൃദയത്തിൽ ഒരു വാൾ പ്രവേശിക്കും. അത് പേയ്മെൻറ്റാണ്. ഇത് പേയ്മെൻ്റ് ആയതുകൊണ്ടാണ് അമ്മയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എന്ത് വിഷയം ഉണ്ടായാലും, മകൻ ഡിസോൺ ചെയ്താലും നാട്ടുകാർ ഡിസോൺ ചെയ്താലും എല്ലാം അമ്മ ഹൃദയത്തിൽ സംഗ്രഹിക്കും. അതിൻ്റെ പേര് അത് ഇഷ്യൂ ആക്കത്തില്ല. അത് ക്ഷമിക്കും, അത് ഉൾക്കൊള്ളും. അത് പിതാവിൻ്റെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയും. അമ്മയുടെ ജീവിതം മുഴുവനും ഇതാ കർത്താവിൻ്റെ ദാസി. ഹൃദയത്തിൽ സംഗ്രഹിക്കണമെന്ന് പറയുമ്പോൾ അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പേയ്മെൻറ്റ് കൊടുത്ത് അങ്ങനെ ക്രിസ്തു അമ്മയെ സ്വന്തമാക്കി. ഞാൻ എപ്പോഴും ഓർക്കുവേ, അമ്മയെ കുരിശിൻ്റെ ചുവട്ടിൽ ബോധക്കേടില്ലാതെ നിർത്തിയിരുന്നത് മുഴുവനും ക്രിസ്തു ആണെന്ന്. ക്രിസ്തു എല്ലാ ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും സംയോജനങ്ങളെല്ലാം ടെൻഡറായിട്ടുള്ള എല്ലാ കെയറുകളും നൽകാവുന്ന സമയത്തൊന്നും ദൈവവും പിതാവായ ദൈവമോ ക്രിസ്തുവോ ആരും ഈ അമ്മയെ സഹായിച്ചില്ല. എന്താ കാര്യം? അമ്മയെ അന്നൊക്കെ താലോലിച്ച് സഹായിച്ചെങ്കിൽ അമ്മയ്ക്കൊരു ഒരു അമ്മയോടൊരു താങ്ക്സ് അല്ലെങ്കിൽ ഒരു സംരക്ഷണമോ അല്ലെങ്കിൽ ഒരു അംഗീകാരമൊക്കെ കൊടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അമ്മയ്ക്ക് കുരിശിൻ്റെ ചുവട് നിൽക്കാൻ പറ്റാവുന്നേരം. അമ്മ സാധാരണ ഒരു പെണ്ണായിപ്പോയി എവിടെയെങ്കിലും പടസ്ഥയിൽ വീണ് ചത്തുപോയാലും വഴി കിടന്ന്. കുരിശിൻ്റെ വഴിയിൽ അമ്മ എന്തുകൊണ്ടാണ് ചത്ത് കിടക്കാഞ്ഞത്? അവരെ ചങ്കൂറ്റമുള്ള സ്ത്രീയായിട്ട് കൃപയിലൂടെ ദൈവം പേയ്മെൻറ്റ് വാങ്ങിച്ച് വളർത്തിക്കൊണ്ട് വന്നതാണ്. എന്നെയും നിന്നെയും അങ്ങനെയാണ് വളർത്തിയിരിക്കണമെന്ന് ഓർക്കണം. അല്ല, അവരെന്നോട് അങ്ങനെ പറഞ്ഞു, ഇവർ എന്നോടൊക്കെ പറഞ്ഞു, ഞാൻ ദൈവത്തോട് ഇത്ര അടുത്തിട്ട് ദൈവം എന്നോടും കുടുംബത്തോട് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഇങ്ങനെ ഒലിപ്പിച്ചുകൊണ്ട് നടക്കരുത്. മറിച്ച് അമ്മ ആരാണെന്നറിയണം. ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന സമയം പരാതിയില്ല, പരിഭവമില്ലാതെ എൻ്റെ ദൈവം രാത്രിയാണെങ്കിലും ഒരു നിയമത്തിന് അതിലംഘിച്ചുകൊണ്ട് എൻ്റെ ജയിലിൽ നിന്ന് എന്നെ പൊക്കിക്കൊണ്ട് പോകാൻ കഴിവുള്ളവനാണ് എൻ്റെ ദൈവമെന്ന് ഈ മനസ്സിൽ ചിന്തിക്കണം. ആരാണ് ദൈവമെന്ന് വൈദ്യരം പറയുന്നുണ്ട്. 42 യെശയ്യാ പുസ്തകം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ശ്രുതികട്ടെ. ആഴിയെ അളക്കുകയും ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കുന്നുകളെ തുലാശി തൂക്കുകയും യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. പൊടികളെ വെള്ളിക്കോലെ നിശ്ചയിക്കുകയും ചെയ്യുന്നവൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 40:12 ശ്രുതികട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഐസയ്യാ 40:12 ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. ഹല്ലേലൂയ. യേശയ്യാ 40:12 ഏറ്റു പറയുക.
കൈക്കുമ്പിളിൽ ആഴികളെ അളക്കുകയും ആകാശവിശാലതയെ ചാണിൽ ഒതുക്കുകയും ഭൂമിയിലെ പൊടിയെ അളവുപാത്രത്തിൽ ഉൾക്കൊള്ളിക്കുകയും പർവ്വതങ്ങളുടെ ഭാരം വെള്ളിക്കോലിൽ നിശ്ചയിക്കുകയും കുന്നുകളെ തുലാസിൽ തൂക്കുകയും ചെയ്തവനാര്? അതാണ് ദൈവത്തിൻ്റെ ശക്തി. ആ ദൈവമാണ് നിന്നെ ഏത് ക്ലേശങ്ങളിൽ നിന്ന് വീണ്ടെടുക്കാൻ പോകുന്നവൻ. പക്ഷേ ഏറ്റവും വലിയ ക്ലേശം എന്താണ്? നിത്യക്ലേശമല്ലേ, നരകമല്ലേ. അതിൽ നിന്ന് വീണ്ടെടുപ്പിന് വേണ്ടി നിനക്കെന്ന് വില ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ ആ വില പൂർണ്ണമായി കൊടുത്തതുപോലെ നീ ഒരിക്കലും എന്തെങ്കിലും നിസ്സാര കാര്യങ്ങൾ ജീവിതത്തിൽ നിൻ്റെ പ്രതീക്ഷകൾക്കെതിരെ സംഭവിക്കുമ്പോൾ ദൈവത്തിൻ്റെ മേൽ നീ കണ്ണുയർത്തരുത്. എന്താ കാര്യം എന്നറിയാവോ? പിശാചിൻ്റെ സ്വഭാവം പിശാചിൻ്റെ ആണെങ്കിൽ പോലും നീ ദൈവത്തോട് കാണിക്കുന്ന ഈ ഇതുപോലെയുള്ള നിറവുകളില്ലാത്ത സ്വഭാവം കാരണം പിശാച് പോലും നിൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് കളയും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദൈവം സത്യസന്ധനും സ്വന്തം ഏകജാതം നൽകാൻ തക്കവിധ സ്നേഹമുള്ളവനുമാണ്. എന്തിനാണ് അമ്മയെ കുരിശിൻ്റെ ചുവട്ട് വരെ എത്തിച്ചിട്ട് മുട്ടുറപ്പോടുകൂടി അമ്മയെ നിർത്തിയത്? അവിടെ ചങ്കുറപ്പോടെ കർത്താവിന് അവസാനം ചാരാനുള്ള നെഞ്ചായിരുന്നാണ് നിന്നത്. അവസാനം ഈശോ ചാരുന്ന നെഞ്ചാണ് അമ്മ. മടിയിൽ കിടത്തുമ്പോൾ ഓർക്കണം, അതാണ് നമ്മളെ പാടുന്നത്. അങ്ങേ മാറിൽ ചാരുന്നു ഞാനെന്ന് പറഞ്ഞില്ലേ. സ്വന്തമാക്കപ്പെടുമ്പോൾ ഒരു മനുഷ്യന് ചാരാൻ അമ്മയുടെ നെഞ്ച് കിട്ടണത് ദൈവത്തിൻ്റെ സ്വന്തമാക്കേണ്ട ഫലമാണ്. ശ്രദ്ധിക്കട്ടെ. ജീവനേ സ്വന്തമേ ആരാധന 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 ആരാധന. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവസാനിക്കുന്ന ധ്യാനം. പക്ഷെ ഓർക്കുക, പൗലോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തിയ എന്താണ്? ശരീരത്തിൻ്റെ പ്രവണതയെക്കുറിച്ച് നമ്മൾ പറഞ്ഞതല്ലേ. ശരീരത്തിൻ്റെ പ്രവണത. അതുപോലെ തന്നെ യേശുവിന് ഒരു പ്രവണതയുണ്ട്. എന്താണ്? നമ്മളെ സ്വന്തമാക്കുക എന്നുള്ളത്. ശരീരത്തിൽ എന്ത് പ്രവണതയുണ്ടോ അത് പിശാച് നമ്മളെ സ്വന്തമാക്കും. നിൻ്റെ കുരിശിനെ നീ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ, ആത്മസംയമനത്തിലൂടെ വചനത്തിന് ദാസരായി മാറുമ്പോൾ ദൈവം നിന്നെ സ്വന്തമാക്കും. ക്രിസ്തുവിനെ സ്വന്തമാക്കി ആ സ്വന്തമായ മാറിൽ ചാരാൻ കുരിശിൻ്റെ ചുവട്ടിൽ നിർത്തപ്പെടുന്ന ഒരു സ്ത്രീയുടെ ജന്മം കടന്നു പോകുന്ന കുരിശിൻ്റെ യാത്രയിൽ അവൾ കൈവരിച്ച നിലപാടിൻ്റെ പേരാണ് ആത്മസംയമനമെന്ന്. ഒരു പരാതിയില്ലാതെ, പരിഭവമില്ലാതെ, ഇതാ കർത്താവിൻ്റെ ദാസി അങ്ങയുടെ വചനം പോലെ ഇതിൽ നിറവേറട്ടെ എന്ന് മംഗളവാർത്തയിൽ പറഞ്ഞത് അന്ത്യം വരെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന അമ്മയാണ് വിശുദ്ധ വാരത്തിൻ്റെ ഏറ്റവും വലിയ ദൈവത്തിൻ്റെ മുഖം. ശ്രദ്ധിക്കട്ടെ. എന്നുടെ അമ്മ എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എല്ലാവരും എഴുന്നേൽക്കുക. എല്ലാവരും എഴുന്നേൽക്കുക. രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. വലിയ വെളിപാടുകളുടെ ഒരു അനുധ്യാനമാണ് നടന്നത്. അപ്പോൾ തീർച്ചയായും കർത്താവിൻ്റെ വലിയ സാന്നിധ്യം അനുഭവത്തിലൂടെ നമ്മൾക്ക് അവകാശമാകാൻ പോകുന്ന സമയമാണിത്. എൻ്റെ സഹോദരങ്ങൾ, രോഗമുള്ളിടത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നിങ്ങൾ കൈകൾ മാറ്റും. നിങ്ങളുടെ രോഗമുള്ളിടത്തെല്ലാം
കൈകൾ മാറ്റി മാറ്റി വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഓൺലൈനിലുള്ളവർ അതുപോലെ തന്നെയാണ്. സ്വന്തമായി രോഗമില്ലെങ്കിൽ ബന്ധുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു ബന്ധവും ഇല്ലാത്തവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. നിങ്ങൾ രോഗികളെ കാണാൻ പോയ രോഗികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. നന്നായി സ്തുതിച്ചു വരട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, നിന്റെ വിശുദ്ധമോ അനധികരം അസ്ഥികളിൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അസ്ഥി വേദനയുള്ളവരെ, അസ്ഥി കുരുക്കുള്ളവരെ, അസ്ഥി ഉന്തി നിൽക്കുന്നവരെ, അസ്ഥി പൊട്ടിപ്പോയവരെ, അസ്ഥി ഉണങ്ങാത്തവരെല്ലാം കർത്താവ് കാൽ നഖം മുതൽ കർത്താവ് ഉച്ച വരെ തലയോട്ടി വരെ അസ്ഥിഭാഗങ്ങൾ കർത്താവിൻ്റെ തിരുമുറിവാർന്ന് വലത് കർത്താവ് സ്പർശിക്കപ്പെടട്ടെ. ദൈവത്തിൻ്റെ ശക്തി ഒഴുകട്ടെ. കർത്താവ് കണ്ണിന് കാഴ്ചക്കുറവുള്ളവരെ സ്പർശിക്കണമേ. ചെവിക്ക് കരുവുള്ളവർക്കുള്ളവരെ സ്പർശിക്കണമേ. അഡിനോയിഡുകാരെ സ്പർശിക്കണമേ. മൂക്കിൽ ദശ വളരുന്നവരെ സ്പർശിക്കണമേ. വായിൽ കർത്താവ് തൊണ്ടവേദനയുള്ളവരെ സ്പർശിക്കണമേ. വായിൽ ക്യാൻസറുള്ളവരെ സ്പർശിക്കണമേ. ചെവി അടഞ്ഞു പോയവരെ സ്പർശിക്കണമേ. ചെവിക്ക് കേൾവിയില്ലാത്തവരെ സ്പർശിക്കണമേ. ദൈവത്തിൻ്റെ കണ്ണ് ചൊരിയട്ടെ. തൊണ്ടയിൽ തൈറോയിഡുള്ളവരെ, ടോൺസൈറ്റ് ഉള്ളവരെ, ക്യാൻസറുള്ളവരെ സ്പർശിക്കണമേ. കർത്താവിൻ്റെ നെഞ്ചിൽ സ്പർശിക്കണമേ. ശ്വാസകോശങ്ങളെ സ്പർശിക്കണമേ. അടിവയറ്റിൽ സ്പർശിക്കണമേ. ഉദരത്തിൽ സ്പർശിക്കണമേ. കർത്താവ് കരളിൽ സ്പർശിക്കണമേ. കർത്താവ് രോഗങ്ങൾ, സിസ്റ്റുകൾ, നീർക്കെട്ടലുകൾ, യേശുവെ മാംസ വളർച്ചകൾ, പേശി തളർച്ചകൾ, തറവാദ രോഗങ്ങൾ, പെശുവാദ രോഗങ്ങൾ, ആമവാദങ്ങൾ, ഉള്ളംകാലം മുതൽ ഉച്ച വരെ യേശുവിൻ്റെ നാമത്തിൽ മാരക രോഗങ്ങൾ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. നാഥാവരേണമേ, എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ സാക്ഷ്യം പറയാമെന്ന് നിങ്ങൾ മനസ്സിൽ പറഞ്ഞോ? ഇന്ന് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. കാരണം ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ അപ്പം തന്നെ നിൻ്റെ ഗ്രാഫ്, അനുഗ്രഹത്തിൻ്റെ ഗ്രാഫ് ഉയരും. അതുകൊണ്ട് നീ നേരത്തെ മുൻകൂറായി പറഞ്ഞു, കർത്താവേ അങ്ങനെ അനുഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ വിശുദ്ധിയോടെ ജീവിക്കുമെന്ന് പറ. കർത്താവെ, അങ്ങനെ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ കുടുംബത്തോട് കാരുണ്യം കാണിച്ചാൽ ഞാൻ സുവിശേഷത്തിൻ്റെ സാക്ഷിയായി ജീവിക്കുമെന്ന് പറഞ്ഞോളൂ. ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. ജോലി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. സ്ഥലമില്ലാത്തവർക്ക് വേണ്ടിയും വാടകക്കെട്ടത്ത് ജീവിക്കുന്നവർക്ക് വേണ്ടിയും വാടക ഒഴിയാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന, പലതരത്തിലുള്ള വേദനകളും പരീക്ഷകൾ അകപ്പെട്ടിരിക്കുന്ന, പരീക്ഷ എഴുതിയവർ, പരീക്ഷ തോറ്റവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന, അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ പ്രമോഷൻ കാക്കുന്നവർ, ജോലി അന്വേഷിക്കുന്നവർ, വിദേശത്ത് പോകുന്നവർ, പോയിട്ട് അവിടെ പലതരത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർ, തിരിച്ചു വരാൻ ആഗ്രഹിച്ച് വരാൻ പറ്റാത്തവർ, ഇവിടുന്ന് തിരിച്ചു പോകാൻ പറ്റാത്തവർ, അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇടിനാദം പോലെ ശ്രദ്ധിക്കട്ടെ. ഇടിനാദം പോലെ നാമത്തിൽ സ്വതന്ത്രം ചെയ്യുന്ന കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വതന്ത്രം ചെയ്യുന്ന ഓരോ മകനെയും മകളെയും അങ്ങ് സ്പർശം കർത്താവെ. ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, വഴിയില്ലാത്തവരെ, വാടക താമസിക്കുന്നവരെ, വാടക ഒഴിഞ്ഞു പോകാത്തവരെ, ഒറ്റക്കൊടുത്തിരിക്കുന്ന പാട്ടത്തിന് കൊടുത്തിരിക്കുന്നവരെ, കർത്താവേ ലോങ് ബാക്ക്ഗ്രൗണ്ട് പാസ്സാകാത്തവരെ, അതുപോലെ തന്നെ കുടുംബത്തിൽ സമാധാനമില്ലാത്തവരെ, കുടുംബത്തിൽ കിടപ്പ് രോഗമുള്ളവരെ, കർത്താവ് പ്രൊമോഷൻ ലഭിക്കാത്തവർ, സാമ്പത്തികമായ കടങ്ങൾ അകപ്പെട്ടിരിക്കുന്നവരെ, പലതരത്തിൽ കർത്താവ് കയറി പോകാൻ പറ്റാത്തവരെ, നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്തവരെ, ഓരോരോ രാജ്യങ്ങളിൽ വ്യത്യസ്തമായ ക്ലേശങ്ങൾ അകപ്പെട്ടിരിക്കുന്നവരെ, ദൈവനാമത്തിൽ മാർഗരോഗങ്ങൾ, തിരാവ്യതികളും ജീവിത ദുരിതങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. നാഥാവരേണമേ, എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഇരുന്ന് പ്രാർത്ഥിക്കുക. പക്ഷേ അറിയിപ്പിൻ്റെ സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ മൗനമായി ഇരുന്ന് പ്രാർത്ഥിക്കുക. എന്തെങ്കിലും വിഷയം അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ആരാധന ആശീർവാദം കഴിഞ്ഞിട്ടില്ല, ഈശോ ബലിപീഠത്തിൽ തന്നെ ഉണ്ട്,
നിങ്ങൾ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സങ്കടങ്ങൾ, സ്വകാര്യമായ വിഷമതകൾ, ഭാരങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കുക. മൗനമായി. ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ നിയോഗങ്ങൾ, ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന വിഷയങ്ങളും ഉടമ്പടി പുതുക്കി സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും